2 ദിവസമായിട്ട് പൊന്നൂസ് മോണ്ടന് കാറുടെ വീട്ടിൽ അറുമാദിക്കുവാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, വരുന്നോ മക്കളെ വീട്ടിൽ ഉറങ്ങാൻ? ഇല്ല അമ്മ പൊക്കോ, ഞങ്ങൾക്ക് കളിക്കണമെന്നേ. അപ്പം ഇന്ന് ഉത്സവം തീരുന്ന ദിവസമാണ്, നമ്മൾ ഉത്സവം കാണാൻ വേണ്ടിയിട്ടും പോവാണ്. അപ്പോൾ ഇത് നേരെ ഞാൻ ബേക്കറിയിൽ വന്നു പുനലൂർ. പൊന്നൂസിന് മോണ്ടന് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വാ, അപ്പുറം ഉള്ളവരൊക്കെ കയറി വരും, കൊടുക്കണ്ടേന്നേ. അപ്പോൾ ബേക്കറിയിൽ വന്നപ്പോൾ അണ്ണൻ പറഞ്ഞു, എന്തായാലും വന്നു, വൈകുന്നേരമായി, നമുക്കൊരു ചായ കുടിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്. അങ്ങനത്തെ നല്ല ചൂട് മുട്ട പപ്സും നല്ല കടുപ്പത്തിൽ ഓരോ ചായയും കുടിച്ചു കേട്ടോ. അപ്പം അവിടെ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അണ്ണൻ പറഞ്ഞു, പൊരിപ്പൊന്നും ഇവിടുന്ന് വാങ്ങണ്ട, രാവിലത്തെ പൊരിപ്പല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പൊരിപ്പ് നമ്മുടെ പൊരിപ്പ് കടയിൽ നിന്ന് വാങ്ങിയാലേ നമുക്ക് പറ്റൂ, നമ്മുടെ കുഞ്ഞങ്കടകളെ. അപ്പോൾ ഇതാ പുതിയ വൈനാണ് കേട്ടോ, ഇങ്ങനെ കുപ്പി കലക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ പൊന്നൂസിന് മോണ്ടനും നെസ്ലയുടെ 2 ചോക്ലേറ്റും വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ പോയപ്പോൾ അമ്മ വിളിച്ചു പറയാം, പൊരിപ്പ് വാങ്ങിച്ചു സാലി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലെണ്ണേ. അപ്പം ഒരു കട കണ്ടു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഏത്തക്കാപ്പം വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നല്ല ചൂട് ഏത്തക്കാപ്പം ആയിരുന്നു കേട്ടോ. ഏത്തക്കാപ്പവും വെച്ചിട്ട് നേരെ കാറിൽ പോയപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ഈ അന്നം ഒരുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള അന്നവും പിന്നെ ഇവിടുന്ന് ഒരു ഫ്ലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ പിരിവ് കൊടുത്തിയാണ്. അപ്പോൾ അത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ പൊന്നു നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുഞ്ഞിനെ എണീപ്പിച്ച് കയ്യും കാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒരുക്കി. അപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞ് ചായ ഇടാൻ. അങ്ങനെ ഞാൻ ചായ ഇട്ട് വെച്ചപ്പോഴത്തേക്കും ചിന്നമ്മായും കുഞ്ഞുങ്ങളും എല്ലാവരും വന്നു കേട്ടോ. എൻ്റെ അത്താടെ അനിയൻ്റെ മക്കളൊക്കെ. ചായയും ഏത്തക്കാപ്പവും ചിന്നമാക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു. പിന്നെ മോൻകുട്ടനെയും കയ്യും കാലൊക്കെ കഴുകി കൊടുത്തു. അപ്പോഴത്തേക്കും പൊന്നൂസ് നല്ല ഉഷാറായി. അപ്പുറമുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ കളിയും ബഹളമൊക്കെ തുടങ്ങി. ആ സമയത്ത് അണ്ണൻ്റെ അമ്മ വന്നു ഉത്സവം കാണാനായിട്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആ വർഷം തൊട്ട് അമ്മ വരും താവളത്തിൽ നിന്ന് ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ അനക്കങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങി. പൊന്നൂന് അത് മതിയാ? അതെന്തോ അത് ബാർബി. പൊന്നു താണ്ടി ഇത് കൊള്ളാം മോനെ. ദാണ്ടി ഇത് അത് കൊള്ളത്തില്ല. എന്നാ മക്കൾക്ക് എടി തോണ്ടി ഇതുണ്ട് പൊന്നു. പിന്നെ അല്ലല്ല, മക്കൾ എപ്പോഴും വേണമെന്ന് പറഞ്ഞ പാക്കുട്ടിയുടെ പേരെന്തൂരുന്ന്? ദാണ്ടേ അല്ല, ദാണ്ടേ യൂണിക്കോൺ. ഇത് മതിയോ? മോനുട്ടന് ഡോൾഫിൻ. അടിപൊളി. മോനുട്ടന്റെ ഏറ്റവും വലുത് ഡോൾഫിൻ. കൊള്ളാം. കഴിഞ്ഞ വെട്ടത്തെ പോലെ വിട്ട് പറത്തി കളയില്ല കേട്ടോ. മോനുട്ടാ പറത്തി കളയില്ലേ? അത്ത കെട്ടിത്തരും. പൊന്നു അതെടുക്ക്. അതുകൊണ്ട് ആനയുണ്ട്, എലിഫന്റ് ഉണ്ട്. അണ്ണേ എലിഫന്റ് വാങ്ങിച്ചോടണ്ണേ. പൊന്നു ദാണ്ട് ഇത് വാങ്ങു പൊന്നു. എലിഫന്റിന്റെ തല അല്ലെങ്കിൽ ഡോൾഫിൻ കൊള്ളാം. എന്തുണ്ട്? ഇന്ന് ഒരു കച്ചവടം നടക്കും, കാരണം അത്രയും പിള്ളേരുള്ള സ്ഥലത്തോട്ടാ വന്നത്. പണ്ടൊക്കെ ബലൂണായിരുന്നു, ഇപ്പം ഈ സാധനം. എന്നാലും ഇത് 2 ദിവസം നിൽക്കും. അപ്പോൾ ഉമാദേവി, എൻ്റെ കുഞ്ഞിനെ പോലെ കാണുന്നതാണ് ഉമാദേവിയെ. കൊച്ചുനാൾ പോലെ എൻ്റെ ആഗ്രഹമാണ് ഒന്ന് തൊടണമെന്ന്. ഇതുവരെ നടന്നിട്ടില്ല. അങ്ങോട്ട് പോലെ എവിടെ നിന്ന് കാണണേ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. അവിടെ 3 മുറി കടയുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അതിൻ്റെ റോഡിനോട് ചേർന്ന് നിന്നാണ് നമ്മൾ ഉത്സവം കാണുന്നത്. ആ സമയത്ത് ഐസ്ക്രീം വന്നു. അണ്ണൻ അവിടെ നിന്ന് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അമ്മയ്ക്ക് അവിടെ കടയിൽ നിന്ന് ചേട്ടന്മാർക്ക് വരെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ പാട്ടൊക്കെയുള്ള ഫ്ലോട്ടുകൾ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അത് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ, പാട്ടുകളല്ലേ. അപ്പോൾ പൊന്നൂസ് അതിൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പൊന്നൂസിൻ്റെ പാട്ട് കേട്ടാൽ അപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലോട്ടാണ്, ഈ ശിവൻ്റെ ഫ്ലോട്ടാണ് നമ്മുടെ ഈ ഭാഗത്ത് നിന്നുള്ള ഏരിയയിൽ നിന്ന് നമ്മളെല്ലാവരും പിരിവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇറക്കുന്ന ഈ ഫ്ലോട്ടാണ് ഇവിടുന്ന്. പിന്നെ നമ്മുടെ നാട്ടിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് കേട്ടോ. മതവും കാര്യവും ഒന്നും ആരും നോക്കാറില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്.
തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരം അണ്ണൻ തേ ഞങ്ങൾക്കെല്ലാം സിപ്പപ്പ് വാങ്ങിച്ചു തന്നു. അടിപൊളി സിപ്പപ്പായിരുന്നു കേട്ടോ. സിപ്പപ്പ് കുടിച്ച് സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞു. എന്നാലും അണ്ണൻ പറഞ്ഞു രാത്രി എന്തെങ്കിലും കഴിക്കണ്ടേ, എല്ലാവരും കിടന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി ഒന്നും ഓടാൻ വയ്യുന്നേ. അങ്ങനെ ദേ നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. മോനുകുട്ടനും പൊന്നൂസിനും എനിക്കും നെയ് റോസ്റ്റ് വാങ്ങിച്ചു. അണ്ണനോട് പനീർ റൈസ് വാങ്ങിച്ചു കേട്ടോ. കഴിച്ചു, കൊള്ളായിരുന്നു. പിന്നെ നെയ് റോസ്റ്റ് മോനുകുട്ടന് ഫുള്ളും കഴിക്കാൻ വയ്യായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത് സത്യം പറഞ്ഞ സാധനം തീർത്തു എന്ന് തന്നെ പറയാം. എന്തായാലും കൊള്ളാമായിരുന്നു, ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം മുത്തുമണീസ് അത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ്. അപ്പം അടുത്ത ഒരു അടിപൊളി വ്ളോഗുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരെ ടാറ്റാ, ലവ് യു. കൊള്ളാവുന്നേ.